കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയരും ബഹുമാന്യരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ വന്യ തിരുനാമത്തിൽ ഹൃദയപൂർവമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഓരോ ദിവസവും അത്ഭുതകരമായി പരിപാലിക്കുകയും അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനുള്ള രക്ഷാപൂർത്തീകരണത്തിൻ്റെ ഭാഗ്യകരമായ അനുഭവത്തിനായി കർത്താവ് നമ്മളെ സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ റോമാലേഖനം 13-ാമത്തെ അധ്യായമാണല്ലോ തുടർച്ചയായി ചിന്തിച്ചു വരുന്നത്. അതിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം അല്പം കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ എൻ്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ട്. നമുക്കറിയാം, പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യം നമ്മൾ മറക്കരുത്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും നോക്കണേ. അപ്പോൾ കാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു. ചിലർ പറയും ദൈവശക്തിയിലാണ് കാക്കപ്പെടുന്നത്. അതെ, ദൈവശക്തിയിലാണ് കാക്കപ്പെടുന്നത്. അപ്പം വിശ്വാസത്താലാണ് ആ ദൈവശക്തി നമുക്ക് അനുഭവമാകുന്നത്. നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കണം സഹോദരങ്ങളെ. ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തോടുള്ള ബന്ധമാണ് വിശ്വാസം. അല്ല മനസ്സിൽ ചില സങ്കല്പങ്ങൾ, ചില ചിന്തകൾ ഭാവനയിൽ രൂപപ്പെടുത്തുന്നതിൽ ഒതുങ്ങുന്നതല്ലല്ലോ വിശ്വാസം. പരിശുദ്ധ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം. എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ പ്രായോഗിക തലമാണ് വിശ്വാസമെന്ന് പറയാം. കാരണം സർവശക്തനും സർവജ്ഞാനിയും സർവോപയാപിയും മാറ്റം വരാത്തവനും ജീവൻ തന്ന് സ്നേഹിച്ചവനും തെറ്റുപറ്റാത്തവനും സ്തോത്രം കരുണയുള്ളവനുമായ എൻ്റെ സ്വർഗീയ പിതാവ്, എൻ്റെ അമ്മയപ്പന്മാരെക്കാൾ എന്നെക്കുറിച്ച് കരുതലും ഉത്തരവാദിത്വമുള്ളവനായ എൻ്റെ കർത്താവ്, എൻ്റെ തലയിലെ ഒരു മുടി വീഴുന്നത് പോലും എണ്ണം വെച്ച് എന്നെ കാത്തുകൊള്ളുന്ന എൻ്റെ കർത്താവിനെ എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. ആ കർത്താവുമായുള്ള ആ ഹൃദ്യവും ഊഷ്മളവും സജീവവുമായ ആ സ്നേഹക്കൂട്ടായ്മ ബന്ധം, അതിൻ്റെ പ്രായോഗിക തലമാണ് അവനെ വിശ്വസിക്കുക. ആ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം. കർത്താവിനെ വിശ്വസിക്കണം. അതുകൊണ്ട് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനുള്ള രക്ഷ, അതാണ് രക്ഷാപൂർത്തീകരണം. അതാണല്ലോ നമ്മൾ ചിന്തിച്ചു വന്നത്. സ്തോത്രം. രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ പ്രഭാതം, നമ്മുടെ പ്രത്യാശ, അത് നാം എത്രയും വേഗം നേരെ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അതേ പ്രിയമുള്ളവരെ, സ്തോത്രം. അപ്പോൾ ഈ രക്ഷ ഒരിക്കൽ വന്നാൽ, പിന്നെ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്നും വലിയ മസിൽ പിടിച്ചൊന്നും ജീവിക്കേണ്ട. വാട്ട് ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ കിൽ ജോയ് എക്സ്പീരിയൻസ് എന്നൊക്കെ ഒരു സന്തോഷവും ഇല്ലാതെ ഇങ്ങനെ മസിലും പിടിച്ചിങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതമാണോ? ഒരു സന്തോഷമില്ലാതെ ജീവിക്കുന്നത്. ദൈവം അനുഭവിക്കാൻ തന്നൊക്കെ സന്തോഷത്തോടെ അനുഭവിച്ച് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തന്നാൽ നിങ്ങളത് അനുഭവിക്കും, നിങ്ങളത് ഉപയോഗിക്കുന്നതിൽ എനിക്കൊരു സങ്കടമല്ലേ? ഞാൻ നിങ്ങളൊരു ഭക്ഷണത്തിൽ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ ഒരുക്കിയിരിക്കുന്ന ആ സൽക്കാരങ്ങളെല്ലാം നിങ്ങൾ വേണ്ട പോലെ അനുഭവിക്കുന്നില്ല. അതിനകത്ത് ചിലത് എനിക്കത് വേണ്ട എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമ സ്നേഹിത അത് എന്ന് പറഞ്ഞു. ഇതുപോലെ ദൈവം ഈ പ്രകൃതിയിൽ ഒരുക്കിയിരിക്കുന്ന എല്ലാം അനുഭവിക്കാനുള്ളതാണ്. എല്ലാം അനുഭവിക്കണം. അത് അനുഭവിക്കുന്നതിനൊന്നും ദൈവം നമുക്കൊരു തടസ്സം നിൽക്കുന്നില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതെ, പ്രകൃതിയിൽ ദൈവം നന്മയായത് മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. പ്രകൃതിയും ഒരുക്കിയിരിക്കുന്നതെല്ലാം നമുക്ക് അനുഭവിക്കാം. പക്ഷെ ഒരു കാര്യം, നമുക്ക് വിശുദ്ധൻ എന്ന നിലയ്ക്ക് യോഗ്യമല്ലാത്ത കാര്യം, തിന്മയും നന്മയും ഒരുപോലെ നമുക്ക് ഈ പ്രകൃതിയിൽ തന്നെ കാണാം. നമുക്ക് ഗുണകരമായതും ദോഷകരമായതും നമുക്കിവിടെ കാണാൻ കഴിയും. ഗുണകരമായതും ദോഷകരമായതും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ വെറ്റ് പാർട്ടിയിൽ വലിയ പാർട്ടിയൊക്കെ നടത്തി ആഘോഷിച്ച് ആഹ്ലാദിച്ച് ആർമാദിച്ചിരുന്നെന്ന് വന്നേക്കാം. എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം ആ ആർമാദിക്കലും ആ ആഹ്ലാദവും അതിലേക്ക് നിങ്ങളുടെ മനസ്സ് ഒരിക്കൽ പോലും വശീകരിക്കപ്പെടുവാൻ പാടില്ല. ഞാൻ മരിച്ചതാണ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ് എന്നുള്ള തിരിച്ചറിവും ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അന്ന് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി ഞാൻ എൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചിരുന്നില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന, ത്രിയേക ദൈവവും അധിവസിക്കുന്ന, ദൈവത്തിന് വിശുദ്ധമായിരിക്കുന്ന മന്ദിരമാണ് എൻ്റെ ശരീരം. നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു, എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. അതേ
നമ്മുടെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ച് കർത്താവിന് എരിവുണ്ട്, കർത്താവിന് താല്പര്യമുണ്ട്. സ്തോത്രം. നമ്മുടെ ഈ ശരീരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് സ്വർഗത്തിലെ ദൈവം ശ്രദ്ധിക്കുന്നതാണ്, നമ്മൾ മറന്നു പോകരുത് പ്രിയപ്പെട്ട. അതുകൊണ്ട് വിശുദ്ധന് യോഗ്യമല്ലാത്ത ചെറുതായാലും വലുതായാലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കേണ്ടത് നമ്മൾ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് രക്ഷ നഷ്ടപ്പെടുകയില്ല, ഇനി എന്നെ കളിച്ചാലും വലിയ കുഴപ്പമില്ല എന്ന ഒരു ചിന്ത നിങ്ങളിൽ ആരിലും ഉണ്ടാകുവാൻ പിശാച് ആ ചിന്ത കടത്തിവിട്ട് നിങ്ങളെ വശീകരിച്ച് വഞ്ചിക്കുവാൻ ഇടയാകരുതേ എന്ന് ഞാൻ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ജോൺ കാൽവിൻ, കാൽവിനിസം എന്നൊക്കെ പറയും, ജോൺ കാൽവിൻ ഇങ്ങനെയൊന്നും ലൂസായിട്ട് ജീവിക്കാനൊന്നും പറഞ്ഞില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, അർമീനിയൻ തിയറി അനുസരിച്ച് നാം രക്ഷിക്കപ്പെട്ടവൻ തന്നെ സൂക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ് എന്നുള്ളതാണ് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന വ്യക്തമായ സത്യം. പാപജീവിതത്തിനോട് പരോക്ഷമായി ആസക്തിയുള്ളവൻ, താല്പര്യമുള്ളവൻ, മനസാക്ഷിയെ വഞ്ചിക്കാനായി രൂപപ്പെടുത്തിയ ഈ തെറ്റായ ആശയം നിഷ്കളങ്കരെ നശിപ്പിക്കാൻ ഒരിക്കലും ഇടയാക്കരുതേ എന്നുള്ള ആ ആത്മഭാരം കൊണ്ട് ഞാൻ ഇത്രയും വാക്കുകൾ നിങ്ങളോട് പറയുകയായിരുന്നു. നമ്മൾ തിരുവെഴുത്ത് പരിശോധിച്ചാൽ എത്രയോ ഭാഗത്ത് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 32-33 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് തന്നെ മോശെ അരുളിച്ചെയ്യുന്നു, എന്നോട് പാപം ചെയ്യുന്നവൻ്റെ പേർ ഞാൻ മായിച്ചു കളയും, അത് ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ചിലർ പറയും അത് പഴയ നിയമമായിരുന്നു. ദൈവം ഒന്നാ, ഏകദൈവമാണ്, ദൈവം ഒന്നേ ഉള്ളൂ. സ്തോത്രം. ന്യായപ്രമാണം നിവർത്തിക്കുകയായിരുന്നു, നീങ്ങുകയായിരുന്നില്ല. ന്യായപ്രമാണം പുതിയ നിയമത്തിൽ വന്നാലോ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർപ്പിച്ചല്ലോ, സാത്താൻ്റെ പിന്നാലെ പോയവർ, കൃപയിൽ നിന്ന് വീണുപോയവർ, വിശ്വാസക്കപ്പൽ തകർന്നു പോയവർ. എന്തിന്? നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ പേരുകളെല്ലാം ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു അല്ലേ? അവരെ ശുശ്രൂഷിച്ച് മടങ്ങി വന്നപ്പോൾ 70 പേര് വന്നപ്പോൾ സന്തോഷത്തോടെ അവരോട് കർത്താവിനോട് പറഞ്ഞു, ഭൂതങ്ങളും നിൻ്റെ നാമത്തിൽ ഞങ്ങൾ കീഴടങ്ങുന്നു. നിങ്ങളതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പീരെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ പേരെഴുതി, അപ്പോസ്തലന്മാരുടെ പേരുകളും എഴുതി, സ്വർഗത്തിൽ പേരെഴുതി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യൂദായുടെയും എഴുതി, യൂദായുടെയും പേരെഴുതിയിരുന്നു. അതുകൊണ്ടാണ് ഒടുവിലും കർത്താവ് അവനോട് പറഞ്ഞത്, സ്നേഹിത, ഗെത്സമനയിൽ വെച്ച് സ്നേഹിത, നീ വന്ന കാര്യമെന്ത്? സ്തോത്രം. നോക്കണേ, അവസാനത്തോളം അവനെ സ്നേഹിച്ച കർത്താവ്, അവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. പക്ഷേ അവൻ കൃപയിൽ നിന്ന് വീണുപോയി, അവൻ്റെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി, അവൻ സാത്താൻ്റെ പിന്നാലെ പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധാർഷ്ട്യഭാവത്തിൽ ഇനി ഒരു കുഴപ്പവുമില്ല എന്ന മട്ടിൽ നിങ്ങൾ അലക്ഷ്യമായി ക്രിസ്തു നയിക്കുവാൻ ഒരിക്കലും പിശാചിനാൽ വശീകരിക്കപ്പെടരുത്. നമ്മൾ റോമാലേഖനത്തിൽ നമ്മളെ കണ്ടില്ലേ, 11-ാം അധ്യായത്തിൽ 20-21 വാക്യത്തിൽ, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞു പോയി, വിശ്വാസത്തിൽ നിലനിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. എൻ്റെ വാക്കുകളൊക്കെയാണ്. സ്തോത്രം. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. സ്തോത്രം. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാകുന്നു. കണ്ടോ, പ്രവൃത്തികളാൽ നിഷേധിക്കാം. ദൈവത്തെ അറിയുന്നു എന്ന് പറയാം, വാ കൊണ്ട് വലിയ പാട്ടുവാണ്, കൂട്ടായ്മയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആഴ്ചയിൽ ബാക്കി ദിവസങ്ങൾ, കൂട്ടായ്മയുള്ള ദിവസങ്ങൾ നിങ്ങൾ പാട്ടുമൊക്കെ പാടി ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു, പ്രാർത്ഥിക്കുന്നു ഒക്കെയുണ്ട്. പക്ഷേ സ്തോത്രം, നിങ്ങളുടെ പ്രവൃത്തികളോ? അതുകൊണ്ട് വിശുദ്ധന് യോഗ്യമായ പ്രവൃത്തിയിൽ നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, നമ്മളെന്ത് വിചാരിക്കുന്നു? ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന അനുഭവം, അത് നമ്മളൊരു പദവിയിൽ അവരോധിക്കപ്പെടുന്നതിൽ അങ്ങ് ഒതുങ്ങുന്നുണ്ടോ? ഈ പാപമെന്ന് പറയുന്നത് അവസ്ഥയല്ലേ? പാപം പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ലെന്ന് നമുക്കറിയാം. പാപം പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല, പാപം അവസ്ഥയാണ്. അങ്ങനെയെങ്കിൽ പാപപരിഹാരം പ്രാപിച്ച ഒരു ദൈവപൈതൽ അവൻ്റെ പുതിയൊരു തരം പ്രവൃത്തികൾ ആരംഭിക്കുക മാത്രമല്ല, അവൻ്റെ അവസ്ഥയിൽ തന്നെ ഒരു രൂപാന്തരമുണ്ടാവുകയാണ്. അവൻ്റെ ആന്തരിക പ്രകൃതത്തിൽ തന്നെ ഒരു മാറ്റമുണ്ടാകുക. അതാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നല്ലോ, കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി.
ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. നോക്കണേ, ആ പഴയത് കഴിഞ്ഞുപോയി, പുതുതായി, സകലവും പുതുതായി തീർന്നിരിക്കുന്ന ഒരനുഭവം. അപ്പോൾ അവസ്ഥയാണ് പാപം. പാപപരിഹാരം പ്രാപിക്കുമ്പോൾ അവസ്ഥയിൽ, മനോഭാവത്തിൽ, ആന്തരിക പ്രകൃതത്തിൽ തന്നെ സമൂലമായ ഒരു രൂപാന്തരം, അവൻ്റെ താല്പര്യങ്ങളിൽ, അവൻ്റെ ആഗ്രഹങ്ങളിൽ, അവൻ്റെ ജീവിത ശൈലിയിൽ അവന് വ്യത്യാസം വരുന്നു. അവൻ്റെ ജീവിത ശൈലിയിൽ അവന് വ്യത്യാസം വരികയും അവൻ ആളുമാറിയതുപോലെ ആകുകയും ചെയ്യുന്നെങ്കിൽ പിന്നെ അവൻ പിന്നെയും ആ പഴയതിലേക്ക് തിരിഞ്ഞു പോകുന്നത്. അതല്ലേ നമ്മൾ വായിക്കുന്നത്. ഇവിടെ തീത്തോസ് പറയുന്നത്, അറയ്ക്കത്തക്കവർ, അറപ്പുളവാക്കുന്നവർ. പാപത്തെ ഭയപ്പെട്ടാൽ പോരാ, പാപത്തെ ഭയപ്പെടണം. ഭയപ്പെട്ടാൽ മാത്രം പോരാ, പാപത്തെ വെറുക്കണം, സകലത്തിന്മേയും വെറുക്കണം. പാപത്തിൻ്റെ ചിറ്റിമ്പങ്ങൾ നിങ്ങൾക്ക് അറപ്പുളവാക്കുന്നതാകണം. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും നമ്മൾ നിലനിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പാപം അവസ്ഥയാണ്. പാപപരിഹാരം പ്രാപിച്ചവൻ ഒരു പുതിയ സമർപ്പണത്തിലേക്ക് വന്നു. അവനൊരു പുതിയ സൃഷ്ടിയായി. ആ പുതു സൃഷ്ടി എന്ന ആ അവസ്ഥയിൽ നിലനിൽക്കുവാൻ അവന് ഉത്തരവാദിത്വമുണ്ട്. പ്രിയപ്പെട്ടവരെ, കാരണം പരിശുദ്ധാത്മാവ് ആരെയും ബലാത്കാരം ചെയ്യുന്നില്ല. പരിശുദ്ധാത്മ അഭിഷേകം ചെയ്യുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ആരെയും ബാധിക്കുന്നില്ല എന്ന് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബലാത്കാരം ചെയ്ത്, ജബർദസ്തിയ എന്ന് പറഞ്ഞാൽ ബലാത്കാരം ചെയ്ത്, ബലം പ്രയോഗിച്ച് ഒരു പുതിയ വഴിയെ കൂടെ അത് അനുസരിപ്പിച്ചു കൊണ്ട് നടന്നുകൊണ്ടായില്ല. സ്നേഹിച്ച് അവൻ്റെ കൽപ്പന പ്രമാണിക്കണം. ന്യായപ്രമാണത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു, എന്താണ്? ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. ഒരു അടിമ അനുസരിക്കുന്നത് പോലെ ഭയപ്പെട്ട് അനുസരിക്കുകയല്ല, ഒരടിമ അനുഭവിക്കുന്നത് പോലെ ശിക്ഷയെ ഭയപ്പെട്ട് അനുഭവിക്കുകയല്ല. അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുമെന്ന് കൊതിച്ച്, കൂലി കിട്ടുമെന്നുള്ള താല്പര്യം കൊണ്ട് ദൈവത്തെ അനുസരിക്കുകയല്ല. ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ വചനം പ്രമാണിക്കുക. അതെ, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. കാൽവറിയിൽ വെളിപ്പെടുത്തപ്പെട്ട ആ ദിവ്യ സ്നേഹത്തെ ഞാൻ അംഗീകരിക്കുന്നു. സ്തോത്രം. ആ കാൽവറിയിൽ വെളിപ്പെടുത്തപ്പെട്ട, അതിനു മുമ്പേ അവൻ നമ്മെ സ്നേഹിക്കുന്ന കാൽവറിയിൽ അത് വെളിപ്പാടാണ്. ആ സ്നേഹത്തിൻ്റെ വെളിപ്പാടാണ്. നമുക്കൊന്ന് മനസ്സിലാക്കി തരാനായിട്ടാണ്. അല്ല, കാൽവറിയിൽ മാത്രമല്ല, അതിനു മുമ്പേ നമുക്ക് നിത്യ സ്നേഹം കൊണ്ട് നമ്മളെ സ്നേഹിച്ചിരിക്കുകയാണ്. ചില പ്രാർത്ഥിക്കും, പറയും, ക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്നത്. ശരിയാണ്, ക്രിസ്തുവിൽ കൂടെ സ്നേഹം വെളിപ്പെടുത്തിയെന്ന് പറയുന്നത് ഒന്നുകൂടെ നല്ലത്. ക്രിസ്തുവിൽ കൂടി അടിയങ്ങളോട് അളവില്ലാത്ത സ്നേഹം വെളിപ്പെടുത്തിയ ദൈവമേ, അങ്ങനെ പറയുന്ന അല്ല. ക്രിസ്തുവിൽ കൂടെ, അതിൽ കൂടെ അവിടെ അല്ല സ്നേഹത്തിൻ്റെ തുടക്കം, നിത്യസ്നേഹമാണ്. ആ നിത്യസ്നേഹം കൊണ്ട് എന്നെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു, ഞാനത് അംഗീകരിക്കുന്നു. കർത്താവേ, സ്തോത്രം. അങ്ങയെ വിട്ടുപോകുവാൻ, അങ്ങയെ തിരികെ സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് ഒരിക്കലും ഇടയാകില്ല. ആ സ്നേഹത്തിൽ വസിക്കണം. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ ഇഴുകിച്ചേർന്ന, പറ്റിച്ചേർന്ന ആ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞ് അശ്രദ്ധയോടെ, അലക്ഷ്യമായി, ധാർഷ്ട്യ ഭാവത്തിൽ കർത്താവിനെ നോക്കിക്കോട്ടെ എന്നുള്ള മട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിതം ദൈവവചനം അനുശാസിക്കുന്നത് അല്ല എന്നത് ഞാൻ വ്യക്തമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നപ്പോൾ പറഞ്ഞല്ലോ, അവസ്ഥയാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവസ്ഥയിൽ തന്നെ ഒരു മാറ്റം വരികയാണ്. ആ അവസ്ഥയിൽ മാറ്റം വന്നാൽ ആ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുവാൻ അവൻ വശീകരിക്കപ്പെടാൻ പാടില്ലാത്തതാകുന്നു. സ്തോത്രം. ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നുവോ? ഒരു ചിത്രശലഭം പുഴുവായിരുന്നപ്പോൾ ചവർക്കുന്ന ഇല തിന്നുകൊണ്ട് ആ ഇലയിൽ എഴഞ്ഞുകൊണ്ട് നടന്നിരുന്നു. ആ ചിത്രശലഭം പ്യൂപ്പാദശയിലൂടെ കടന്നുപോയി ഒരു പുതിയ സൃഷ്ടിയെപ്പോലെ, ഒരു പുതിയ ജീവിയെ. പഴയ പുഴു അടിയിലുണ്ട്, രൂപാന്തരം വന്ന് അവിടെയുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രകൃതം മാറി, ചിറകു വെച്ചു. ഇതിപ്പോൾ ഇനി ചവർക്കുന്ന ഇല തിന്നുകയില്ല. അതിനി പിന്നെ എപ്പോഴും തേൻ കുടിക്കാനാണ് പോകുന്നത്. ചവർക്കുന്നില്ല, അതിന് പിന്നെ ആവശ്യമില്ല, അതിന് അറപ്പാണ്, അത് തിന്നുകയില്ല, അതിന് കഴിയില്ല. ഇതുപോലെയാണ് സ്തോത്രം. നമുക്ക് അടിസ്ഥാനപരമായി ഈ മാറ്റം വന്നോ സൗകര്യങ്ങളിൽ? വന്നെങ്കിൽ പിന്നെ സ്തോത്രം, എനിക്ക് അവർക്ക് നില തിന്നാലും കുഴപ്പമില്ല, ചിറക് കിട്ടിയിട്ടുണ്ട് എന്ന ചിന്ത പോലും വരികയില്ല.
നമ്മുടെ ചിന്തകൾ പോലും നിർമ്മലമായിരിക്കണം, നമ്മുടെ ചിന്തകൾ പോലും ദൈവവചന പ്രകാരമായിരിക്കണം. വിശുദ്ധിയിൽ നിർമ്മൽ നമ്മളെ സൂക്ഷിക്കണം. ദൈവശക്തിയിലാണ് നാം കാക്കപ്പെടുന്നത്, പക്ഷേ അത് വിശ്വാസത്താലാണ് നമ്മൾ അനുഭവിക്കുന്നത്. സ്തോത്രം ആട്ടെ. അത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ആ ഭാഗത്ത് നിന്ന് സ്തോത്രം മുമ്പോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 20-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ സ്തോത്രം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിക്കളയുമെന്നാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടതായി കാണപ്പെടാത്തവർ യാവരോ, അങ്ങനെയാണ് ഒരു തർജ്ജിമ, തമിഴ് തർജ്ജിമയിൽ. സ്തോത്രം, ജീവപുസ്തകത്തിൽ പേർ എഴുതപ്പെട്ടതായി കാണപ്പെടാത്തവർ യാവരോ അവരെ അഗ്നിക്കടലിൽ തള്ളിയിടും. നോക്കണേ, ജീവപുസ്തകത്തിൽ നിലവിൽ പേരുണ്ടായിരിക്കണം. സ്തോത്രം, ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടതായി കാണപ്പെടണം. സ്തോത്രം, ദൈവകൃപയിൽ നമുക്ക് നമ്മളെ സൂക്ഷിക്കാം. പ്രിയപ്പെട്ട, നിങ്ങൾ നിർമ്മലതയിൽ ജീവിക്കുന്നവരായിരിക്കും, വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിരിക്കും, ദൈവകൃപയിൽ നിലനിൽക്കുന്നു, സന്തോഷം. പക്ഷേ തെറ്റായ ആശയം നിങ്ങൾ പ്രചരിപ്പിക്കരുത്, തെറ്റായ ആശയം നിങ്ങൾ ചിന്തിക്കരുത്. തെറ്റായ ആശയം അനേക ബലഹീനരെ നശിപ്പിച്ച് കളയുവാനിടയായിത്തീരും. സ്തോത്രം, അതുകൊണ്ട് വൺസ് സേവ്ഡ് ഈസ് സേവ്ഡ് ഫോർ എവർ എന്ന ആശയം ഒരിക്കലും നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച് നിങ്ങൾ അലക്ഷ്യമായ ക്രിസ്ത്യ ജീവിതത്തിനായി നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ എനിക്ക് യോഗ്യനല്ലെന്ന്, വല്ലവിധനെ സ്വർഗത്തിൽ കയറുക എന്നുള്ളതല്ല. സ്തോത്രം, എന്നെക്കാളധികം അപ്പനെയും അമ്മയെ എനിക്ക് യോഗ്യനല്ല, എനിക്ക് യോഗ്യനല്ല. കർത്താവിന് യോഗ്യരായി ജീവിക്കണം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം സകല നടപ്പിലും നമ്മൾ നിർമ്മലന്മാരായിരിക്കണം. സ്തോത്രം, വിളിച്ചവനെ വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിയരുത്. സ്തോത്രം, മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിയാന്ന് പറഞ്ഞാൽ ആശയമാണ്. ആശയം തെറ്റിയാൽ ജീവിതം തെറ്റും. അതുകൊണ്ട് ഈ തെറ്റായ ആശയം സ്തോത്രം തിരുത്തുവാൻ സമയം കഴിഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്തോത്രം, ആ ധാർഷ്ട്യത്തോടുകൂടി പോകുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ, സൂക്ഷ്മതയോടുകൂടി. അപ്പോൾ എന്നോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, അപ്പോൾ എന്നാ സൂചിയെ നടക്കുന്ന പോലെയാണോ ക്രിസ്ത്യ ജീവിതം? സൂചിയെ നടക്കുന്നത് പോലെ അല്ല, കൃപയിൽ നിലനിൽക്കുകയാണ്. കൃപയെന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തടത്ത് ചൊരിയുന്ന ദാനം. സൂചിയെ നടക്കുന്ന പോലെയൊന്നുമല്ല. പിന്നെയോ സ്തോത്രം, സന്തോഷത്തോടെ ദൈവത്തെ സ്നേഹിച്ച് ഏത് ജീവിതവും സ്നേഹത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ സ്തോത്രം, അത് നമുക്കൊരാനന്ദമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന സ്തോത്രം അനുഭവമുണ്ട്. നിങ്ങളെന്ത് വിചാരിക്കുന്നു? കർത്താവിന് യോഗ്യരാകണം. അല്ല വല്ലവിധേന സ്വർഗത്തിൽ കയറി ഒരഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുന്ന പോലെ കിടക്കാമെന്നുള്ള ചിന്ത മാറ്റി നരകം പേടിച്ചും സ്വർഗം കൊതിച്ചും വല്ലവിധേന ഞെളിപിരി കൊണ്ട് മിനിമം ക്വാളിഫിക്കേഷനോടെ അങ്ങ് ഞെളിഞ്ഞ് പിരിഞ്ഞ് അങ്ങ് അകത്ത് കയറാമെന്ന് നിങ്ങൾ ധരിക്കരുത്. ക്രിസ്തുവിന് യോജിച്ചൊരു മണവാട്ടിയായിരിക്കാൻ നമുക്ക് നമ്മളെ ദൈവസ്ഥലിൽ സമർപ്പിക്കാം. കർത്താവ് നമ്മെ അതിനെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനീ പറഞ്ഞതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ന്യായമായ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. സ്തോത്രം. അതെ, ഞാൻ പറഞ്ഞത് ദൈവവചനത്തിന് നിർമ്മലമായ സത്യമാണ്. സ്തോത്രം. ആട്ടെ, നാം വിശ്വസിച്ച സമയത്തേക്കാൾ ഈ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. സ്തോത്രം. രാത്രി കഴിവാറായി, 12-ാമത്തെ രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവിൻ. രാത്രി കഴിയാറായി. സ്തോത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, സ്തോത്രം, മരണനിഴലിൽ താഴിൽ കൂടി ചിലപ്പോൾ പോയെന്ന് വന്നേക്കാം. സ്തോത്രം. ലോകം ഒരു അന്ധകാരത്തിലൂടെ പോവുകയാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം ലോകമനുഷ്യർ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളും നമ്മളെയും ബാധിച്ചെന്ന് വരാം. ലോകമനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളൊക്കെ നമ്മളെയും ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മടുത്തു പോകരുത്. ചിലപ്പോൾ നമ്മൾ ലൗകികന്മാരായി ജീവിക്കുവാൻ കൂട്ടാക്കാത്തത് കൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി കൂടുതൽ കഠിനവും കൂടുതൽ പ്രയാസകരവുമായിരിക്കാം. കാര്യം ലോകമനുഷ്യന് അവന് ഏത് ഉപാധി ഉപയോഗിച്ചും ഇവിടെയുള്ള പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവന് അവസരമുണ്ട്. അവനതിന് തയ്യാറാകും. ആരെ പിടിച്ചാലും, കൈക്കൂലി കൊടുത്താലും, എന്ത് ചെയ്താലും, രാഷ്ട്രീയ ഇടപെടലുണ്ടാക്കിയാലും, എന്ത് ചെയ്താലും അവൻ ആ പ്രശ്നത്തിൽ നിന്ന് തലയൂരുവാൻ വല്ല വീഥേനെ അവൻ ശ്രമിക്കും. ഒരു ദൈവത്തിന് അത് കഴിയുകയില്ല. അതുകൊണ്ട് സ്തോത്രം, പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെ രാത്രി നമുക്ക് ഇരുളിൻ്റെ അനുഭവങ്ങളുണ്ടാകാം. പകൽ അടുത്തിരിക്കുന്നു. നമ്മുടെ സുപ്രഭാതം, അതാ ഉയർപ്പിൻ സുപ്രഭാതമേ ഉള്ളത്തിൻ പ്രമോദമേ എന്നൊരു പാട്ടുകാരൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സുപ്രഭാതമാണ്. ഉദയ നക്ഷത്രം ഉദിക്കാറായി. കർത്താവിന് മടങ്ങിയവരനെക്കുറിച്ച് ഉദയ നക്ഷത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉദയ സൂര്യനെന്നും പറഞ്ഞിട്ടുണ്ട്. ഉദയ നക്ഷത്രം പ്രഭാതത്തിൽ ഉദയം ചെയ്യുന്നതാണ്. ആ പ്രഭാത ഉദയം ചെയ്യുന്ന ഉദയ നക്ഷത്രമായി എൻ്റെ കർത്താവ് ആകാശങ്ങളിൽ വെളിപ്പെടും, നാം മനസ്സിൽ ചേർക്കപ്പെടും. അതാണ് രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് ഉപേക്ഷിക്കണം.
നമ്മൾ ആവർത്തിച്ചെടുത്ത് വായിക്കുന്നുണ്ട്, പഴയ മനുഷ്യൻ്റെ രാഗമോഹങ്ങളോട് ഉരിഞ്ഞു കളയണം. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ, നാം അന്ധതയിലായിരുന്നപ്പോൾ ചെയ്തിരുന്ന ഇരുട്ടിൻ്റെ പ്രവൃത്തികളുണ്ട്, അന്ധകാരത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങളുണ്ട്. സ്തോത്രം. അന്ധകാരത്തിൽ ചെയ്യുന്നത് മറ്റാരും അറിയാൻ പാടില്ല, വെളിച്ചത്ത് വരുവാൻ ഇഷ്ടമില്ലാത്തത്, മറ്റാരെങ്കിലും അറിയാൻ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു കാര്യം മറ്റാരെങ്കിലും അറിഞ്ഞാൽ അത് നിങ്ങൾക്ക് അസഹനീയമായ ഒരു അനുഭവമാകും. അതുകൊണ്ട് ആരും അറിയരുത്. ആരും അറിയണ്ടാത്ത നീ ചെയ്യരുത്, ആരും അറിയണ്ടാത്ത നീ ഒഴിവാക്കുക. നീ വെളിച്ചത്തിൻ്റെ പൈതലാണ്, വെളിച്ചത്തിൻ്റെ മാത്രം വെളിച്ചമാണ്. നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു എന്നല്ലേ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്. നാം വെളിച്ചത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് അടുത്തത് വെളിച്ചത്തിൻ്റെ ആയുധവർഗം നാം ധരിച്ചു കൊള്ളണം. സർവായുധവർഗം, വെളിച്ചത്തിൻ്റെ സർവായുധവർഗം നമ്മൾ ധരിക്കണം എന്ന് പറഞ്ഞാൽ വെളിച്ചമുള്ളവരായി, വെളിച്ചം പരത്തുന്നവരായി, സ്തോത്രം, ലോകത്തിൻ്റെ വെളിച്ചമായി ജീവിക്കുവാൻ, സ്തോത്രം, അതിനുള്ള ആയുധവർഗം ധരിച്ചു കൊള്ളണം. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതിനായിരിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്ത കണ്ടില്ലേ, പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. സ്തോത്രം. ലോക മനുഷ്യൻ അവൻ ഇരുളിൽ നടക്കുന്നത്, അവൻ എന്ത് ചെയ്യാം? അവന് ഒളിച്ചും പാത്തും പതുങ്ങിയും ഒക്കെ അവൻ ജീവിക്കും. എന്നാൽ ഒരു ദൈവയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയാണ്. ദൈവം മുമ്പാകെ, സ്തോത്രം, അവൻ തൻ്റെ ഹൃദയം സമർപ്പിച്ചിരിക്കുന്നു. ദൈവം മുമ്പാകെ അവൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. സ്തോത്രം. അതുപോലെ മറ്റുള്ളവരുമായും ആ ഹൃദ്യമായ കൂട്ടായ്മ ബന്ധം, ആ ഹൃദ്യവും ഊഷ്മളവുമായ കൂട്ടായ്മ, പരിജ്ഞാനത്തോടെ നമ്മൾ പെരുമാറുമ്പോൾ തന്നെ നമുക്ക് ആരിൽ നിന്നും ഒളിക്കാൻ ഒന്നുമില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇല്ലേ? സ്തോത്രം. എനിക്കാരിൽ നിന്നും ഒന്നും ഒളിക്കാനില്ല, സ്തോത്രം, എന്ന് പറയുന്ന ഒരനുഭവം. പ്രിയപ്പെട്ടവരെ, അതാണ് പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. അടുത്ത കണ്ടില്ലേ, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. സ്തോത്രം. മേളിൽ വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു, താഴെ വന്നപ്പോൾ പറഞ്ഞു യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളണം. അപ്പോൾ യേശു ക്രിസ്തുവിനെ ധരിക്കുക എന്നൊക്കെ പറയുന്നത് ഇതെങ്ങനെയാണ്? അവിടെ അല്പം വിശദീകരണം ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളെ, ഇരുളിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. നമുക്കറിയാം ഒരു ദൈവവേദത്തിൽ ധരിക്കേണ്ട ആയുധവർഗത്തെക്കുറിച്ച്, സർവായുധവർഗത്തെ കുറിച്ച് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് എഴുതി നമ്മൾ വായിക്കണം. 6-ാം അധ്യായത്തിൽ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, ദുർദിവസം എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന് തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്ക വിശ്വാസം ഒന്ന് പരിചയെടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് നിത്യജീവനായി ജാഗരിച്ചു കൊള്ളുക. സ്തോത്രം. ഇതാണ് സർവായുധവർഗം. പാനോപ്ലിയ എന്നാണ്. പാൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെട്ടത്. ഈ ദൈവവൈതലിന് ഇതിനപ്പുറത്ത് കൂടിയ ഒരായുധം കിട്ടാനില്ല. ലോക രാഷ്ട്രങ്ങളെല്ലാം അവരുടെ ആയുധശേഖരങ്ങൾ പുതിയത് ഇങ്ങനെ നമുക്കറിയാം DRDO എന്ന് പറഞ്ഞ ഇന്ത്യക്ക് ഉണ്ട്. അത് റിസർച്ചാണ്, ഡിഫൻസ് റിസർച്ച് വിങ്. അത് മിടുക്കന്മാരും സമർത്ഥന്മാരും നല്ല 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 കഴിവുള്ളവരായ ശാസ്ത്രജ്ഞന്മാരാണ് അതിനകത്ത് രാപ്പകൽ അധ്വാനിച്ച് പുതിയ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണ്. ലോകത്തിൽ പുതിയ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുക. കാര്യം അവർക്കുള്ളത് പൂർണ്ണമല്ല എന്ന് അവർക്കറിയാം. പിന്നെയും ഉണ്ടാക്കുക. ശത്രുവിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ഇതിനേക്കാൾ പുതിയത് വേണം, ഇതിനേക്കാൾ മികച്ചത് വേണം. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം, സ്തോത്രം, പാനോപ്ലിയ, സർവായുധവർഗം എന്ന് പറഞ്ഞാൽ മുഴുവൻ മലയാളത്തിലെ തർജ്ജമ എന്ത് സൂപ്പറായിരിക്കുന്നു. സർവായുധവർഗം. അതിന് മേളിൽ പിന്നെ ഒരായുധം നമുക്ക് ആവശ്യമില്ല. അതാണ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. ഇത് ധരിച്ചു കൊള്ളണം. അതിൻ്റെ ഏറ്റവും പ്രധാനം, നിങ്ങളെ അരയ്ക്ക് സത്യം കിട്ടി.
നീതി എന്ന കവചം ധരിച്ചു, സമാധാന സുവിശേഷത്തിൻ്റെ ഉരുക്കം കാലിൽ ചെരുപ്പാക്കി. നോക്കണേ, സ്തോത്രം. അങ്ങനെ സർവ്വ ആയുധവർഗവും ധരിച്ച്, മുഴുവൻ ആയുധങ്ങളും ധരിച്ച്, പടക്കളത്തിൽ വിജയത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു പോരാളിയായി നിൽക്കുന്ന ഒരു ദൈവപൈതൽ, ഒരു യോദ്ധാവ്. സ്തോത്രം. അതെ, നാം വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. അതിൽ ഇരുളിൻ്റെ ഒരായുധവുമില്ല. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല. നമുക്ക് ഇവിടെ വാളും പരിചയമൊന്നുമില്ല, നമുക്കിവിടെ യുദ്ധവും ഒന്നുമില്ല, നമുക്കിവിടെ ലൗകികമായ ഒരു ആയുധവും നമുക്കില്ല. സമരമോ സംഘർഷമോ പിന്നെ മത്സരമോ സത്യാഗ്രഹമോ എന്ന് വേണ്ട പ്രക്ഷോഭങ്ങളോ ഇതൊന്നും നമുക്കില്ല. പലരും അങ്ങനെയൊക്കെ പലതും അവകാശങ്ങൾ നേടിയെടുത്തേക്കാം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ല നമ്മുടെ പോരിൻ്റെ മാർഗം. നാം ദൈവസന്നിധിയിൽ ഈ സർവായുധവർഗം ധരിച്ച്, വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട്, പകൽ സമയത്തുന്നതുപോലെ മര്യാദയായി ലോകത്തിന് വെളിച്ചമായവനെ ധരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി കർത്താവിന് ചോദിച്ചാൽ അവിടുത്തെ വാക്യത്തെക്കുറിച്ച് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. അതേ പ്രിയമുള്ളവരെ, സ്തോത്രം. നാം ഇങ്ങനെ ആയുധവർഗം ധരിച്ചുകൊണ്ട് പടക്കളത്തിൽ നിൽക്കുക. ഇവിടെ എവിടെയാണ് അലക്ഷ്യമാകാൻ സാധ്യതയുള്ളത്? ഒരു പടയാളി ഒരു നിമിഷം അലക്ഷ്യമായിരുന്നാൽ മതി, അത് അവൻ്റെ ജീവൻ അപകടത്തിലാക്കും. അവൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അത് ബാധകമാകും. സ്തോത്രം. ഒരു ദൈവപൈതൽ എത്ര സൂക്ഷ്മതയോടെ, ആകയാൽ സൂക്ഷ്മത്തോടെ ജ്ഞാനികളായിട്ട് ഇരിപ്പാൻ. പിന്നെ എങ്ങനെ ഇങ്ങനെ പടക്കളത്തിൽ നിൽക്കുന്ന പടയാളിയെപ്പോലെ, മത്സര ഓട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഓട്ടക്കാരനെ പോലെ ഇരിക്കുന്ന ഒരു ദൈവപൈതൽ. അവന് പിന്നെ ഇനി ഏതായാലും ബെറ്റാൻ കൈ കിട്ടി, റിലേ റേസിന് ബെറ്റാൻ കൈ കിട്ടി, ഇനി ഇപ്പം കുഴപ്പമൊന്നുമില്ല, ട്രോഫി കിട്ടുമെന്ന് പറയുന്നത് പോലെ ഇതൊരു പോഷത്വമാണ്. വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അടുത്തിരിക്കുന്നു. വെളിച്ചത്തിന് ആയുധവർഗം ധരിക്കാം, ലോകത്തിന് വെളിച്ചമായി നിൽക്കാം. സർവ്വകൃപാലുവായ ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കൊറോണയുടെ ഘട്ടത്തിൽ നമ്മുടെ കൂട്ടുസഹോദരങ്ങൾ ഇരുളിലാണ്, വിഷമത്തിലാണ്. ഒരു വാക്കുകൊണ്ട് ഒരുവനെ ഒന്ന് ധൈര്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതിനെ നമ്മൾ മടിക്കരുത്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ലോകത്തിന് വെളിച്ചമായ അവിടുന്ന് അടിയങ്ങൾക്കും ആ പദവി തന്നല്ലോ. വെളിച്ചത്തിന് ആയുധവർഗം ധരിക്കുവാൻ ഞങ്ങൾക്ക് തിരുമേനി സ്തോത്രം പ്രബോധനം തന്നല്ലോ. വെളിച്ചത്തിന് ആയുധവർഗം ധരിച്ച് കർത്താവേ, സ്തോത്രം, പകൽ സമയത്തെ പോലെ പകലിൻ്റെ മക്കളായി, വെളിച്ചത്തിൻ്റെ മക്കളായി, മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നവരായി കർത്താവേ, സ്തോത്രം, ലോകത്തിൽ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കുന്ന അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവെ, പ്രത്യേകിച്ച് ഈ വിഷമകരമായ സാഹചര്യത്തിലൂടെ ഞങ്ങളുടെ സമൂഹം കടന്നു പോകുമ്പോൾ വെളിച്ചമായി നിൽക്കുവാൻ, ഞങ്ങളെല്ലാവോളം മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും കൂട്ടായ്മ ആചരിപ്പാനും, ഞങ്ങൾക്ക് തിരുമേനി തന്നത് പങ്കുവയ്ക്കുവാനും കരുതുവാനും ഞങ്ങൾക്ക് കൃപ നൽകണം. വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ച് വെളിച്ചമായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ സമൂഹത്തോട് കരുണ ചെയ്ത് ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ തിരുവുള്ളമാകണമേ. മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ, പ്രിയ പിതാവേ.